കേരളത്തിന്റെ സമര പോരാട്ട വീഥികളിൽ വഴികാട്ടിയായി ജ്വലിച്ച വിപ്ലവ നക്ഷത്രം മാഞ്ഞു. പുന്നപ്രയുടെ സമരനായകനും കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണും കരളുമായ സഖാവ് VS അച്യുതാനന്ദൻ 102-ാം വയസ്സിൽ വിടവാങ്ങി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ സമന്വിതരായിട്ടുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള പ്രിയങ്കരനായ ആദരണീയനായ VSനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. 102 വയസ്സ് പിന്നിട്ട VS പക്ഷാഘാതം ബാധിച്ചതിനെ തുടർന്ന് ഏറെ നാളായി തിരുവനന്തപുരത്ത് മകന്റെ വസതിയായ വേലിക്കകത്ത് വീട്ടിൽ ചികിത്സയിലായിരുന്നു. പ്രായാധിക്യത്തെ തുടർന്ന് പൂർണ്ണ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. CPM സ്ഥാപക അംഗങ്ങളിൽ ഒരാളായ VS അച്യുതാനന്ദൻ 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. 1992 മുതൽ 96 വരെയും 2001 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെ കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. CPM പോളിറ്റ് ബ്യൂറോ മുൻ അംഗമായിരുന്ന അദ്ദേഹം നിലവിൽ CPM സംസ്ഥാന സമിതി സ്ഥിരം ക്ഷണിതാവാണ്. 1980 മുതൽ 1992 വരെ CPM സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നിയമസഭാംഗം എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയമായ പങ്കുവഹിച്ചിട്ടുണ്ട്. 2001 മുതൽ 2021 വരെ മലമ്പുഴയിൽ നിന്നും 1991 മുതൽ 96 വരെയും മലമ്പുഴയിൽ നിന്നും 1967 മുതൽ 1977 വരെ അമ്പലപ്പുഴയിൽ നിന്നും നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1923 ഒക്ടോബർ 20 പുന്നപ്ര വേലിക്കകത്ത് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായാണ് VS അച്യുതാനന്ദൻ ജനിച്ചത്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ടതോടെ 7-ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു. തുടർന്ന് മൂത്ത സഹോദരനെ സഹായിക്കാൻ ഗ്രാമത്തിലെ തുന്നൽ കടയിൽ ജോലിക്ക് നിന്നു. പിന്നീട് കയർ ഫാക്ടറിയിലും തൊഴിലാളിയായി പ്രവർത്തിച്ചു. കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് VS രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടത്. P. കൃഷ്ണപിള്ളയുടെ ഉപദേശം അനുസരിച്ചായിരുന്നു ഇത്. തുടർന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്കും അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും അദ്ദേഹം എത്തിച്ചേർന്നു. അമേരിക്കൻ മോഡലിനു വേണ്ടിയുള്ള സർ CP രാമസ്വാമി അയ്യരുടെ കാഴ്ചപ്പാടിനെതിരായി ആലപ്പുഴയിൽ നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ VS ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് 1946 ഒക്ടോബർ 28-ാം തീയതി പോലീസ് പിടിയിലായി. പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്ന അദ്ദേഹം മർദ്ദനത്തിനിടെ തോക്കിന്റെ ബയണറ്റ് കാൽവെള്ളയിൽ ആണ്ടിറങ്ങിയെന്നത് അദ്ദേഹത്തിന്റെ സമരചരിത്രത്തിലെ ഒരു പ്രധാന ഏടാണ്. 5 വർഷവും 6 മാസവും ജയിൽ ജീവിതവും 4.5 വർഷം ഒളിവ് ജീവിതവും അദ്ദേഹം നയിച്ചിട്ടുണ്ട്. 1967 സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ വമ്പിച്ച പ്രക്ഷോഭം ഉയർത്തേണ്ടി വന്നു. 1970 സുപ്രസിദ്ധമായ ആലപ്പുഴ പ്രഖ്യാപനത്തിലൂടെ ഈ നിയമം പാസാക്കാനുള്ള പോരാട്ടം പ്രഖ്യാപിക്കപ്പെട്ടു. ആ സമരത്തിന്റെ നേതൃത്വ നിരയിൽ നിന്ന സഖാവായിരുന്നു VS. എണ്ണമറ്റ സമരങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചവയായിരുന്നു. 1940 VS കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത്. 1957 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായി. 1964 CPI നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CPMന് രൂപം നൽകിയ 32 അംഗങ്ങളിൽ ഒരാളാണ് VS. 1985 പോളിറ്റ് ബ്യൂറോ അംഗമായി. 2009 വരെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. ദേശാഭിമാനി പത്രത്തിന്റെയും ചിന്താവാരികയുടെയും ചീഫ് എഡിറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2016 അധികാരത്തിലെത്തിയ LDF സർക്കാരിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായും VS പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് CCN.